അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടൊരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ 2 അച്ച് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടുമ്പോഴത്തേനും നമുക്ക് 1 ഗ്ലാസ് അരിപ്പൊടി, 1/2 ഗ്ലാസ് മൈദ, 1/4 ഗ്ലാസ് റവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 3 പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ചൂടോടുക്കെ തന്നെ ഈ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട കുത്താതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച പഞ്ചസാരയും പഴം കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വറുത്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറുത്തുള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം നെയ്യും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ചട്ടിയിൽ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.